മാന്യ പ്രേക്ഷകർക്ക് മോട്ടീവ് സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാണമില്ലാത്തവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ചാണക്യനീതിയിൽ നാണമില്ലാത്ത വ്യക്തികളെ നേരിട്ട് അടയാളപ്പെടുത്തുന്ന ശ്ലോകങ്ങൾ ലഭ്യമല്ലെങ്കിലും ലജ്ജ, ധാർമ്മികത, നല്ല സ്വഭാവം എന്നിവയില്ലാത്ത വ്യക്തികളെപ്പറ്റിയും അത്തരക്കാർ ഭൂമിയിൽ ഭാരമാകുന്നതിനെക്കുറിച്ചും ചാണക്യൻ ശക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ സ്വഭാവങ്ങൾ പലപ്പോഴും നാണമില്ലായ്മയുടെ ലക്ഷണങ്ങളായി കണക്കാക്കാം. ചാണക്യന്റെ വാക്കുകൾ: മൂർച്ചയുള്ള ആയുധത്തേക്കാൾ അപകടകാരി കൂടെയുള്ള ചതിയനായ മനുഷ്യൻ തന്നെയാണ്. മൂർച്ചയുള്ള ആയുധം ഒരു നിമിഷം കൊണ്ട് നിങ്ങളെ ഇല്ലാതെയാക്കും. എങ്കിൽ ചതിയനായ മനുഷ്യൻ ഇഞ്ചിഞ്ചായി നിങ്ങളെ കാർന്നു തിന്നുകൊണ്ടേ ഇരിക്കും. നോക്കാം ചാണക്യനീതി പ്രകാരം നാണമില്ലാത്തവരുടെ ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്ന്. ഒന്നാമത്തെ ലക്ഷണം: ഭൂമിക്ക് ഭാരമായവർ. അദ്ദേഹം പറയുന്നു, അലഞ്ഞു തിരിയുന്ന മൃഗങ്ങളെപ്പോലെ. ചാണക്യന്റെ അഭിപ്രായത്തിൽ ചില മനുഷ്യർ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന മൃഗങ്ങളെപ്പോലെയാണ്. ഇവരെ നാണമില്ലാത്തവരുടെയും ധാർമ്മികത ഇല്ലാത്തവരുടെയും ഗണത്തിൽ ഉൾപ്പെടുത്താം. ചാണക്യന്റെ വചനം: ഒരു ഗ്രന്ഥത്തിൽ അറിവില്ലാത്തവരും പഠിക്കാൻ ആഗ്രഹമില്ലാത്തവരും ഭൂമിക്ക് ഭാരമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് സൂചിപ്പിക്കുന്നത് നല്ല കാര്യങ്ങൾ പഠിക്കാനോ സ്വഭാവത്തിൽ മാറ്റം വരുത്താനോ ഒരു ലജ്ജയും ഇല്ലാത്തവർ, അതായത് തങ്ങളുടെ പോരായ്മകളിൽ ലജ്ജയില്ലാത്തവർ സമൂഹത്തിന് ഭാരമാണ് എന്നാണ്. രണ്ടാമതായിട്ട് ചാണക്യൻ പറയുന്നു, നല്ല പെരുമാറ്റമില്ലാത്തവർ. നല്ല പെരുമാറ്റമില്ലാത്തവരും എല്ലാവരെയും വെറുക്കുകയും, അദ്ദേഹം പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ശരിയായ ബന്ധം ഇല്ലാത്തവർ ഭൂമിയിൽ ഒരു അലഞ്ഞു തിരിയുന്ന മൃഗത്തിന് സമാനമാണ് എന്ന്. ചാണക്യന്റെ വചനം നോക്കാം. ചാണക്യവചനപ്രകാരം സമൂഹത്തിൽ മര്യാദയോ സ്നേഹമോ വിനയമോ ഇല്ലാതെ പെരുമാറുന്ന വ്യക്തികൾ അവരുടെ തെറ്റായ പെരുമാറ്റത്തിൽ ലജ്ജ ഇല്ലാത്തവരാകുന്നു. അദ്ദേഹം പറയുന്നു, നല്ല പെരുമാറ്റമില്ലായ്മ നാണമില്ലായ്മയുടെ ഒരു മുഖമുദ്രയാണ്. മൂന്നാമതായിട്ട് ചാണക്യൻ പറയുന്നു, ധാർമ്മികതയും ദാനധർമ്മബോധവും ഇല്ലാത്തവർ. ധാർമ്മികമായ മൂല്യങ്ങൾ ഇല്ലാത്തവരും ദാനധർമ്മബോധം ഇല്ലാത്തവരും ഭൂമിക്ക് ഭാരമാണെന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു. ചാണക്യന്റെ വചനം കേൾക്കാം. ചാണക്യൻ പറയുന്നു, തപസ് അനുഷ്ഠിക്കാത്ത വ്യക്തികൾ ഈ ഭൂമിക്ക് ഒരു ഭാരമാണ്. തപസ് എന്നത് ഇവിടെ ആത്മനിയന്ത്രണം, ധാർമ്മികമായ ചിട്ടകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ ചിട്ടകളില്ലാത്തവൻ താൻ ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് ലജ്ജിതനല്ലായിരിക്കും. നാലാമതായി ചാണക്യൻ പറയുന്നു, പരുഷമായി സംസാരിക്കുന്നവർ, അതായത് കൈപ്പേറിയ സംസാരം. എപ്പോഴും പരുഷമായി സംസാരിക്കുന്നവർ അവരുടെ വാക്കിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവരും അതിനാൽ ലജ്ജ ഇല്ലാത്തവരുമാണ്. ചാണക്യവചനം: പരുഷമായോ അല്ലെങ്കിൽ കൈപ്പോടെയോ സംസാരിക്കുന്ന ആളുകളിൽ ലക്ഷ്മീദേവി ഒരിക്കലും സംതൃപ്തിയായിരിക്കില്ല. കൈപ്പേറിയ സംസാരം മൂലം ഒരു വ്യക്തിയുടെ ബന്ധം വഷളാകുക മാത്രമല്ല, അവൻ ദരിദ്രനാകുകയും ചെയ്യുന്നു. ചാണക്യൻ പറയുന്നു, വാക്കുകൾക്ക് ദോഷഫലം വരുത്തുമ്പോൾ അതിൽ ഖേദമില്ലാത്തവർ നാണമില്ലാത്തവരാണ്. അഞ്ചാമതായി ചാണക്യൻ പറയുന്നു, നിഷേധാത്മക ചിന്താഗതിയുള്ളവർ, അതായത് എല്ലാത്തിനും നെഗറ്റീവ് മാത്രം സംസാരിക്കുന്ന ആളുകൾ. എല്ലാത്തിനും കുഴപ്പങ്ങൾ മാത്രം കാണുകയും മറ്റുള്ളവരുടെ പ്രവൃത്തികളെ വിമർശിക്കുകയും ചെയ്യുന്നവർ മോശം ആളുകളായി കണക്കാക്കപ്പെടുന്നു. ഇത്തരക്കാർ തങ്ങളുടെ തെറ്റായ കാഴ്ചപ്പാടുകളിൽ ഒരു ലജ്ജയുമില്ലാത്തവരായിരിക്കും. ചാണക്യന്റെ വചനം കേൾക്കാം. അദ്ദേഹം പറയുന്നു, അഹങ്കാരികളും എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തെറ്റുകൾ മാത്രം കണ്ടെത്തുന്നവരും തങ്ങളെ തന്നെ മികച്ചവരായി കാണുന്നവരും ഏറ്റവും മോശമായ വ്യക്തികൾ തന്നെയാണ്. ഇത്തരക്കാരുമായി ഇടപെടുന്നത് ഒഴിവാക്കണം, അല്ലെങ്കിൽ ഭാവിയിൽ ദോഷം ചെയ്തേക്കാം. ചുരുക്കത്തിൽ
ചാണക്യൻ നാണമില്ലാത്ത വ്യക്തികളെ തിരിച്ചറിയുന്നതിനുള്ള മാർഗമായി നൽകുന്നത്. അവരുടെ ദുസ്വഭാവത്തെയും ധാർമ്മികത ഇല്ലായ്മയെയും കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ്. ധാർമ്മികത, വിനയം, നല്ല പെരുമാറ്റം, അറിവ് നേടാനുള്ള ആഗ്രഹം എന്നിവയില്ലാത്ത വ്യക്തികൾ സമൂഹത്തിന് ഭാരവും ദോഷകരവുമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരത്തിലുള്ള വ്യക്തികളെ എത്രയും പെട്ടെന്ന് ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തുക. ഇന്നത്തെ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നന്ദി.